2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. ആ ഒരു ചാർട്ട് എന്ന് മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെ മെഡിക്കലി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ അസുഖങ്ങൾ, അല്ലെങ്കിൽ ബുധനുമായിട്ട് കണക്ട് ആണെന്ന് വരിയിൽ ഈ പറഞ്ഞ വെയിനുമായിട്ട്, ജരമുമായിട്ട്, സ്കിൻ അലർജി റിലേറ്റഡ് പല വെയിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലി ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 159, 2610, 3711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ, ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത്. ഞാൻ എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട്. അപ്പൊ മിഥുനൻ രാശി നമുക്ക് നോക്കാം. മിഥുനൻ രാശിയെ ഭരിക്കുന്നത് ബുധനാണ്. മിഥുനം രാശി എന്ന് പറഞ്ഞാൽ ജെമിനി. അപ്പം ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞ് ബുധനാണ്. അപ്പോൾ ഇതിനകത്ത് 3 നാളുകളാണ്: മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിന്റെ പകുതി, തിരുവാതിര, പിന്നെ പുണർദത്തിന്റെ മുക്കാല്. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് നാളുകളുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ മകയിരത്തെ ഭരിക്കുന്ന ചൊവ്വാണ്, ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ തിരുവാതിരയാണ് ഭരിക്കുന്നത് രാഹുവാണ്, ശുക്രകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ പുണർദത്തെ ആണെന്ന് ഭരിക്കുന്ന വ്യാഴമാണ്, ശനികർമ്മ. അപ്പൊ ഈ ഓരോ കർമ്മം അനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളെ, രീതികളെ, പല ജീവിതത്തിലെ പല കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിൻ്റെ രീതികൾക്കെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വ്യാഴവും ശനിയുമായിട്ടുള്ള ഒരു പുണർദത്തിനുള്ള ആ ഒരു റേഡിയേഷന്, അങ്ങനത്തെ ആ ഒരു സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ തിരുവാതിര രാഹു അല്ലെങ്കിൽ ശുക്രകർമ്മ, അതിനകത്ത് ചെറിയ കള്ളത്തരം പറയുന്നത് ആ രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു സ്വഭാവം, അല്ല ശുക്രകർമ്മ ആ ഒരു എന്താ പറയുന്നത്, ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു ആഡംബരം, അല്ലെങ്കിൽ ആ കലാകായിക ഉള്ള ഒരു കലയോടൊക്കെ ഒരു താല്പര്യം, അഭിനയിക്കാനൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ള താല്പര്യങ്ങളും എല്ലാം ഈ ഒരു കർമ്മയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ ചൊവ്വ ആണെന്നൊരു മകയിരത്തിന് അതിൻ്റെ ആയിട്ടുള്ള ഇച്ചിരി ഒരു പിടിവാശി കാര്യങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അപ്പം അതൊന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് ഓരോന്നായി പറഞ്ഞ മാതിരി ഓരോ പാദങ്ങളും അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ, ആൾക്കാരുടെ പല രീതിയിലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി ഇരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. ഇവർക്ക് വ്യാഴം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലാണ്, 1-ലാണ് നിൽക്കുന്നത്. അതേമാതിരി ഇവിടെ കേതു ഉണ്ട്. കേതു എന്ന് പറയുമ്പോൾ 3-ലാണ് നിൽക്കുന്നത്. പിന്നെ ബുധന്, ചൊവ്വായ, ശുക്രന്, കുജന്. അപ്പോൾ ആ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 7-ലാണ് നിൽക്കുന്നത്. അതുപോലെ രാഹു എന്ന് പറഞ്ഞാൽ 9-ലാണ് നിൽക്കുന്നത്.
പിന്നെ ശനി 10. അപ്പോൾ ഈ ഒരു ഇതിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചുള്ള ഓരോ പ്രഡിക്ഷനിൽ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ബേസിക്കായിട്ട് പറയുന്ന ഒന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവനവനാണ്. അതായത് ലഗ്നം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറെ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കളറെ, പർപ്പസ് ഓഫ് ലിവിങ്, നമ്മൾ ജീവിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു പാത്ത് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുന്ന ഒരു ജീവിതത്തിലെ നമ്മൾ പൊതുവായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്ന നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുന്ന ആത്മവിശ്വാസങ്ങളെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അല്ലെന്നൊരു അംബിഷൻ, നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ 3 എന്ന് പറഞ്ഞാൽ 3 നിന്ന് നമ്മുടെ അയൽവക്കക്കാരെ, അല്ലെങ്കിൽ സിബിലിങ്സ്, കമ്മ്യൂണിക്കേഷന്, അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടുകാരെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളതായിട്ടുള്ള അതുമല്ല നമ്മുടെ കൊച്ചിലുള്ള മെമ്മറീസ്, വിശ്വാസങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള, അതുപോലെ നമ്മുടെ അയൽവക്കക്കാരെ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ സഹോദരങ്ങൾ, അതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ 7 എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബിസിനസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡിനൊരു വൈഫിന് ഹസ്ബൻഡ്. 7ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റേത്, പിന്നെ അല്ലെങ്കിൽ ബിസിനസ്, അതുപോലെ എന്താ പറയുന്നത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് റിക്കവറി ഫ്രം ദ ലോസ്റ്റ്, എന്തെങ്കിലും നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടുക, നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി തിരിച്ചു കിട്ടുക, അതുപോലെ കല്യാണം, സെക്ഷുവൽ ഡിസയർ, നമുക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ളതായിട്ടുള്ള ടൈം പാസുകൾ, കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലവ് കാര്യങ്ങൾ, സ്നേഹം, ഒരു സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് 7 എന്ന് പറയുന്നത്. അതുപോലെ 9 എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫെയ്ത്ത്, ഫാദറിൻ്റെ ഹൗസ്, അച്ഛനെ കണ്ടുപിടിക്കുന്ന 9 എന്നുള്ളതാണ്. പിന്നെ ഒരു വിസ്ഡമേ, നമ്മുടെ ഒരു ബുദ്ധി കാര്യങ്ങളെ, ടീച്ചേഴ്സ്, റിസർച്ച് ആൻഡ് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക, നമ്മുടെ അധ്യാപകന്മാരെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ജേർണി, ചെറിയ ഒരു 50 കിലോമീറ്റർ താഴെയുള്ള യാത്രകളെ, നമ്മുടെ ഈ ചെറിയ ഹയർ സ്റ്റഡീസ്, സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഗെയിൻ, നമ്മളെന്തെങ്കിലും ചൂതാട്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഗെയിന്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ്, പ്രൊഫഷന്, ജോബുണ്ട്, നല്ലൊരു ജോബ് ഉണ്ടായാലും ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അപ്പം നല്ലൊരു ജോബ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റസ്, സക്സസ് ഇൻ ബിസിനസ്, നമുക്ക് ബിസിനസ്സിൽ നിന്നുള്ള ഒരു ഉയർച്ച, അപ്പോൾ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പവർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഒരു പവർ ആദ്യം തന്നെ പൈസ വേണം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുള്ളത്, അതിൽ നിന്നുള്ള സോഷ്യൽ ലൈഫിൽ സൊസൈറ്റി കിട്ടുന്ന അതുമായിട്ടൊരു റെസ്പെക്ട്, ഒരു ബഹുമാനം, സക്സസ് ഇൻ ബിസിനസ്, ഈ ബിസിനസ്സിലുള്ള ഒരു ഉയർച്ച, അപ്പം ഇങ്ങനെല്ലാം ഈ ഒരു കാര്യങ്ങൾ 10 എന്ന് പറയുന്ന ഹൗസിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കലാപരമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കല്ലെന്ന് ഒരു അഭിനയം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇച്ചിരി അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താ കലയിലെ അങ്ങനെ ഉള്ള ഈ ഒരു സമയത്ത് നല്ല ഒരു ഉയർച്ച കാര്യങ്ങളെ, അതിൽ നിന്നുള്ള ഒരു ഗെയിന്, പ്രത്യേകിച്ച് അവിടെ വ്യാഴം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബാങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആ ലോണൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പം കിട്ടാനുള്ള ഒരു സാധ്യത, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വല്ല ക്രെഡിറ്റ് കാർഡിന് എന്തെങ്കിലും പൈസ അടയ്ക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടോയെന്ന് വരിക, അത് അടച്ചു തീർക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ടൈം വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ അച്ഛൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കാം. അച്ഛൻ്റെ ആരോഗ്യം, അച്ഛൻ ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവർ കുട്ടിയാണെന്നൊരു കുട്ടിയുടെ ഫാദർ അഥവാ പ്രായമായിരുന്നു അവരുടെ അച്ഛനുണ്ടെന്നൊരു അവരുടെ ആരോഗ്യത്തിന് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള ടൈമാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സമയമാണെന്ന് മനസ്സിലാക്കുക. പൊതുവെ ലോണൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ലോണ് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞവർ ഇപ്പോൾ എന്തെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കല്യാണ ആലോചനകൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുപോലെ ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം നോക്കുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് വേണ്ടുന്ന ആൾക്കാർക്ക് അങ്ങനെ പുതിയ പ്രപ്പോസൽ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷേ ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് ഒരു 2 മാസത്തെ ഒരു 1.5-2 മാസം ആ പീരീഡ് കഴിയുമ്പോഴത്തേന് ഇതിനൊക്കെ വ്യത്യാസം വരുമെന്നുള്ള മനസ്സിലാക്കാം. അതേമാതിരി ഈ ഒരു 2026 ജൂൺ 2-ാം തീയതി ആകുമ്പോഴത്തേന് വ്യാഴത്തിൻ്റെ പൊസിഷന് പിന്നെയും മാറും. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ പൊസിഷൻ ഇവിടത്തെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പിക്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യാഴം ഇവർക്ക് അടുത്ത പൊസിഷൻ 2-ലോട്ട് പോകും. അപ്പോഴും ഇവർക്ക് കാര്യങ്ങളെല്ലാം പൊതുവേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പൈസ, ധനാഗമന മാർഗ്ഗങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെന്ന് രീതിയിൽ പൈസ കിട്ടാനും എടുക്കാൻ, അല്ല പൈസ കടം കൊടുത്തത് കിട്ടാനും എടുക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള ടൈമാണെന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഇപ്പോൾ രാഹുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാഹു 3, 6, 10, 11 എന്നീ പറയുന്ന ഹൗസിൽ നല്ലതാണ്. അപ്പോൾ ഈ നല്ലതായിട്ട് രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അല്ലെന്ന രീതിയിൽ ചിലപ്പം ഈ മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ
നല്ലതായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണ് അവരുടെ ഫാദറുമായിട്ടൊക്കെ ഒരു നല്ല ടീച്ചേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല ടേംസിൽ പോവുക, നമ്മുടെ ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു ഇത്, അല്ലെന്നൊരു ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന ആൾക്കാർക്ക് ആ പഠിത്തത്തിൽ നല്ല ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ്. അതേ സമയത്ത് ഈ രാഹു ഈ പറയുന്ന പൊസിഷൻ അല്ലാന്ന് വെച്ചു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും, കാരണം പല രീതിയിലുള്ള മീൻസ് അനാവശ്യമായിട്ടുള്ള ചീത്ത കൂട്ടുകെട്ട് വരാനും, അല്ലെ അച്ഛനുമായിട്ട് പോയി വേണം വഴക്കിടാനുള്ള സാധ്യത, അല്ലെ അവരുടെ ടീച്ചേഴ്സുമായിട്ട് സ്കൂളിൽ അല്ലെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളത്, പഠിത്തത്തിൽ ഉഴപ്പാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ അതുപോലെ ഇപ്പം നല്ലതായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പൈസ കിട്ടാം. അതേമാതിരി ഇവർക്ക് ഈ മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ലോസ്. എവിടെയെങ്കിലും ഒരു പറഞ്ഞിട്ട് അല്ല ഷെയർ മാർക്കറ്റിൽ അല്ലെ ബിറ്റ്കോയിന് അല്ലെ ഈ പറഞ്ഞ മാതിരി ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ല നിരിയിൽ എങ്ങനെയും ഷെയർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കരുതിയിരിക്കുക. നിങ്ങളുടെ ബർത്തിയായിട്ട് എപ്പോഴായാലും ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ ബർത്തിയായിട്ടല്ലേ, പ്രത്യേകിച്ച് ഈ രാഹു ശുക്രവുമായിട്ടൊക്കെ നല്ല പൊസിഷൻ നിൽക്കുന്ന രാഹു ശുക്രവുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിയുടെ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് പൈസ കിട്ടാനുള്ള ഒരു യോഗം, അങ്ങനെയൊക്കെ ഉള്ള യോഗം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസിക്കായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബൃഹനാടി, അങ്ങനെ നക്ഷത്രനാടി, അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, പിന്നെ ഈ പറയുന്ന മാതിരി ഈ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ളവർക്ക് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങൾ വേണമെന്നതിൽ ഇന്നത്തെ വാട്സപ്പ് നമ്പറുണ്ട്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് പൊട്ടൻഷ്യൽ ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം ഈവൻ 2030 ആകുമ്പോഴത്തെ $20 ബില്യൺ ഈ ഇൻഡസ്ട്രി വളരും. ഇപ്പോൾ $14 ബില്യൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ബാക്കി എന്നാൽ ഷെയർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ടോട്ടൽ ഒരാളെ കിട്ടുന്ന പ്രോഫിറ്റ് വരെയുള്ള പൈസ ഉണ്ടാക്കുന്ന ലെസ് ദാൻ 5% ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊന്നും കയറി അധികം കളിക്കാനെടുക്കാനോ പോലെ 2027 ആകുമ്പോഴത്തേന് വേൾഡ് വൈഡ് ഒരു പകുതി കഴിയുമ്പോഴത്തേന് വേൾഡ് വൈഡ് ആയിട്ടുള്ള വലിയ പ്രശ്നം വരുമെന്നുള്ളൊരു 100% ക്രൈസിസ് വന്നിരിക്കും. 100%. കാരണം അത് രാഹു ശനിയൊക്കെ സംഗമിക്കുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് എല്ലാ 20 ഇയേഴ്സിലും വരുന്നതാണ്. ഇത് പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെയാണ്. അതുകൊണ്ട് ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് കരുതിയിരിക്കുക. വല്ല ഷെയറൊക്കെ വാങ്ങിക്കാനുള്ള ആൾക്കാർക്കാണ് ഭയങ്കര ലാഭത്തിൽ വാങ്ങിക്കാം. ഇപ്പം വാങ്ങിക്കുന്നത് വളരെ മീൻസ് താഴെ പോകും. അത് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഒരു പൊട്ടൽ തുടങ്ങാൻ പോകുമ്പോഴേ അങ്ങനെയുള്ള ആൾക്കാർ ഷെയർ വിറ്റേക്കുക. ഇത് പിന്നെ ലോവർ ലെവലിൽ നിന്ന് പിന്നെയും വാങ്ങിക്കാം. അപ്പം ഈ ഒരു ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനെടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഇത്ര ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നല്ലൊരു രീതിയിലുള്ള പ്രോഫിറ്റോ കാര്യങ്ങളോ ചെയ്യാനെടുക്കാനോ ഒരു 10, 50,000, 75,000 പാട്ട് പറയും. അങ്ങനെയൊക്കെ വീട്ടിൽ ഇരുന്ന് ഓൺലൈനിൽ തന്നെ ചെയ്തിട്ട് പഠിക്കാനും എടുക്കാനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ലാംഗ്വേജൊക്കെ ഹിന്ദി, ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നതിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. നമ്മുടെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് അണ്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ശക്കലം കൂടെ വർക്ക് ബാക്കിയുണ്ട്. 1 മാസത്തിനകത്ത് ഫുള്ളി ലൈവ് ആകും. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലായിടത്തും അതിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷനും മീൻസ് കാര്യങ്ങളും എല്ലാം പോകുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ റെമഡിയുടെ കാര്യം, നല്ല ഒരു റെമഡി ഇതിൻ്റെ കംപ്ലീറ്റ് പ്ലാനറ്റുകളെ പോസിറ്റീവ് ആക്കാനുള്ള മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അത്രയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പ്ലാനറ്റുകളെയും എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവ് ആക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.